നമസ്കാരം, എൻ്റെ പേര് ഗീത സലേഷ്. തൃശ്ശൂർ ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ഗീതാസ് ഹോം ടു ഹോം എന്നാണ് എൻ്റെ സംരംഭത്തിൻ്റെ പേര് വരുന്നത്. ഗീതാസ് ഹോം ടു ഹോം മഞ്ഞൾ കൃഷി ചെയ്തുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുർക്കുമിയിൽ നിന്നുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മഞ്ഞൾ നമ്മൾ 54 ഏക്കറിൽ കൃഷി ചെയ്ത് അത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള മഞ്ഞൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഒറ്റപ്പാലത്തിന് അടുത്തുള്ള ഒരു പനമണ്ണ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പനമണ്ണ ഗ്രാമത്തിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ ജില്ലയിലുള്ള കേരളവർമ്മ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് വന്ന് ചേർന്നത്. അതിനുശേഷം ഡിഗ്രിയും അവിടെ തന്നെയാണ് ഞാൻ തുടർന്ന് പോകുന്നുണ്ടായിരുന്നത്. ലാസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് 2005 കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു ഓർഗാനിക് റെസ്റ്റോറൻറ്റോട് കൂടിയിട്ടാണ്. അതായത് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഫ്ലോറ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ജ്യൂസുകളും അതുപോലെ തന്നെ നാച്ചുറൽ ഫുഡാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ മൾട്ടിഗ്രെയിൻ അട പോലുള്ള ആവിയിൽ വെച്ചിട്ടുള്ള ഫുഡുകൾ, അങ്ങനത്തെ ഒരു ഹെൽത്തി ഫുഡുകളാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ റെസ്റ്റോറൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഇപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലല്ലാതെ തന്നെ പുറത്തുനിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഫുഡ് കൊടുക്കുന്ന നല്ലൊരു ഓർഗാനിക് റെസ്റ്റോറൻ്റ് ആയിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒരു 2 വർഷമൊക്കെ ആയപ്പോൾ തന്നെ ആ ബിൽഡിങ് പൊളിക്കുന്നതിനെ തുടർന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് ഒഴിവായി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് റെസ്റ്റോറൻറ്റ് എന്നുള്ള ആ കോൺസെപ്റ്റ്, ആ ഒരു പ്രവർത്തനത്തിന് ശേഷമാണ് ഒരു വലിയ ലോങ് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഗീത ആ സമയത്ത് ഒരു മഞ്ഞൾ ബേസ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ചർച്ച ചെയ്തത്. ഒരുപാട് വർഷമായിട്ട് നമ്മൾ മഞ്ഞൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ വർഷവും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് സമൂഹത്തിലേക്ക് എങ്ങനെ ടേസ്റ്റോട് കൂടി കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ മഞ്ഞളിനകത്തുള്ള കർക്കുമിൻ, നോർമലി കർക്കുമിൻ അവൈലബിൾ ആവുന്നത് മാർക്കറ്റിൽ മെഡിസിൻ രൂപത്തിലൊക്കെയാണ്. അതെങ്ങനെ ഫുഡിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ആശയമാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്തത്. അങ്ങനെ ആശയത്തിൽ നിന്ന് നമ്മൾ അതിനെ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് അതിന് ഫുഡ് എന്നുള്ളൊരു ഇതിലേക്ക് കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ബേസിക്കലി എല്ലാ വർഷവും ചെയ്യുന്നൊരു ഫുഡ് റെസിപ്പി ഒരു മഞ്ഞളുടെ റെസിപ്പിയായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് അതിലേക്ക് എത്തുന്നത്. സാധാരണ ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മഞ്ഞൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ അവർക്ക് ടേസ്റ്റി ആയിട്ട് ഒരു പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കുർക്കുമിയിൽ എന്ന് പറയുന്നത്. അത് ടെർമറിക്കിൻ്റെയും ഡേറ്റ്സിൻ്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ കുർക്കുമിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണത്. അപ്പം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ്. അതായത് ഈ കുർക്കുമിയിൽ നിന്നുള്ള പ്രോഡക്റ്റ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന മഞ്ഞളിൻ്റെ അവൈലബിലിറ്റി, നല്ല മഞ്ഞൾ കിട്ടുന്നില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മഞ്ഞൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തോന്നലുണ്ടായത്. അപ്പോൾ അതിനെ തുടർന്നിട്ട് മഞ്ഞളിനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് പഠിച്ചു. അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പൈസസ് റിസർച്ച് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നതിനെ പറ്റിയിട്ടും മഞ്ഞളിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുള്ള ആ ഒരു അറിവ് ലഭിച്ചത് എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള
ആളുകൾ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യാൻ മുന്നോട്ട് വന്നു. അങ്ങനെ ICARൻ്റെ തന്നെ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ട്യൂബർകോപ്സ് റിസർച്ച് സെൻറ്ററിലെ ഫുഡ് സയൻറ്റിസ്റ്റുകളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ നമ്മൾ അവരുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഇതിൻ്റെ റിസർച്ചിൻ്റെ ആദ്യഘട്ടം തന്നെ ആരംഭിച്ചത്. അങ്ങനെ ഈ മഞ്ഞ നിറത്തിലുള്ള കർക്കുമീൻ സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ എത്തിക്കാവുന്ന രൂപത്തിൽ ഒരു കുർക്കുമീൻ എന്നുള്ള പ്രൊഡക്റ്റ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നു. IISR ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മഞ്ഞളാണ് പ്രതിഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുർക്കുമീൻ കണ്ടന്റ് ഉള്ള മഞ്ഞൾ, അതോടൊപ്പം തന്നെ ഓയിൽ കണ്ടന്റ് ഉള്ളതും അതുപോലെ പ്രതിരോധ ശക്തിയുള്ള മഞ്ഞളാണ് പ്രതിഭ. അങ്ങനെയാണ് പ്രതിഭ മഞ്ഞൾ ഞാൻ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏതൊരു സംരംഭത്തെ പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലുള്ള സ്ട്രഗിളുകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടാണ് ഇന്നിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള നല്ല ഒരുപാട് തോട്ടുകളൊക്കെ വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. ഈ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു, അതിനൊരു ഡെവലപ്പിംഗ് സ്റ്റേജ് ഉണ്ട്, അതിനൊരു ഫുൾഫിൽമെൻ്റ്, അതിൻ്റെ ഫിനിഷ് ആവുന്ന സമയം, അതിനുശേഷം ഇതിൻ്റെ ടെസ്റ്റ്, എറർ ആൻഡ് ട്രയൽസ്, അതിനുശേഷം ഇത് ഒരുപാട് ആളുകളിൽ നിന്നും ഫീഡ്ബാക്ക്സ് എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി, അതിൻ്റെ സ്കൂപ്പബിലിറ്റി, അതിൻ്റെ സ്പ്രെഡബിലിറ്റി, ഒരുപാട് അത്തരം ഘട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം ആളുകളായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സാമ്പിൾ ചെയ്തിട്ട് ഏകദേശം 1,00,000 പേരിലേക്ക് മേലെ ഞങ്ങൾ ഏകദേശം 20ഓളം എക്സ്പോകളിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ ഫ്രീ സാമ്പിളിങ് നടത്തിയിട്ടാണ് അതിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് അതിൻ്റെ സെക്കൻഡ് ഘട്ടം, രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ ഓൾട്രേഷൻ വരുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾക്ക് ആ എക്സ്പോകളിൽ പങ്കെടുക്കാനുള്ള ഹെൽപ്പ് എല്ലാം MSMEയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനീഷ്യലി. സോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ കുർക്കുമീൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയത്. ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷോർട്ട് പാച്ച് പ്രൊഡക്ഷനാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പോലും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടും ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോഴും ഷോർട്ട് ബാച്ച് പ്രൊഡക്ഷനിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും മൾട്ടിപ്പിൾ ഷോർട്ട് ബാച്ച് പ്രൊഡക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾക്ക് സെയിൽസ് ഇൻക്രീസ് ആയതിനു ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 5,000 എബവ് ഞങ്ങൾക്ക് ബോട്ടിൽസ് മന്ത്ലി ഇവിടുന്ന് ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 10,000 ആണ് നമ്മുടെ ഒപ്റ്റിമം കപ്പാസിറ്റി ഇപ്പോൾ അടുത്ത് വരുന്നത്. അത് ഡബിൾ ചെയ്യാനും ട്രിപ്പിൾ ചെയ്യാനും വളരെ ഈസി ആയിട്ട് മെക്കനൈസേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ടുവാർഡ്സ് 10,000 ബോട്ടിൽസ് മന്ത്ലിയിലേക്ക് വരുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഹൗസ് നമുക്കൊരു 15ഓളം സ്റ്റാഫുണ്ട്. അതുപോലെ തന്നെ റീസെല്ലേഴ്സായിട്ടും അതുപോലെ കർഷകരായിട്ട് 350ഓളം കർഷകരും കൂടിയിട്ടാണ് ഇപ്പം ഇന്ന് ഗീതാസ് ഹോം ടു ഹോം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് തീർച്ചയായിട്ടും എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ ഇൻ ദ സെൻസ് സെയിൽസിലും അതുപോലെ തന്നെ പ്രൊഡക്ഷനിലുള്ള എക്സ്പാൻഷനാണ്. പ്രൊഡക്ഷൻ്റെ എക്സ്പാൻഷൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പോൾ വൈഡായിട്ട് ടേർമറിക് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഫാർമേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫാർമർ ലിങ്കേജിങ്ങിൻ്റെ ഒരു ഏരിയ നമ്മൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഇയറിൽ കുറച്ചുകൂടെ സൗത്ത് ഇന്ത്യയിൽ 2 സ്റ്റേറ്റുകളിലേക്ക് കൂടി നമ്മുടെ ഫാർമർ ലിങ്കേജിങ് എത്തിക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ മേജറായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുള്ള ഡേറ്റ്സിൻ്റെ ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. സോ പ്രൊഡക്ഷൻ കുറച്ചുകൂടെ അതിൻ്റെ ഒരു മെഷീനറി ലൈനപ്പിന് വേണ്ടിയുള്ളൊരു പ്ലാൻ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ദെൻ പിന്നെ സെയിൽസാണ് വരുന്നത്. സെയിൽസിന് ഒരു വലിയ ടീം, അതുപോലെ തന്നെ പുതിയ കൊളാബറേഷൻസ്, അതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഓൾ ഇന്ത്യ നമുക്ക് റീസെല്ലേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ GCC ഉള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്. നമുക്കത് സ്കൂട്ടിന് ചെയ്യാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഡിലേ ഉണ്ട്. സോ നെക്സ്റ്റ് ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കുർക്കുമീലിൻ്റെ ക്വാളിറ്റി ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഞങ്ങൾക്ക് അത് ചെയ്യാനായിട്ട്. സോ അതിന് ബേസിക്കായിട്ട് വേണ്ടത് ക്യാപിറ്റലാണ്. സോ നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. അതിനുവേണ്ടി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് വലിയ ലോണുകളും കാര്യങ്ങളെല്ലാം പല സ്കീമുകളുണ്ട്. ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ല. പ്രൈവറ്റ് ഫണ്ടിങ് ആണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ടേർമറിക് റിയലി ഒരു ഇന്ത്യൻ ട്രഡീഷനിൽ വരുന്നൊരു സ്പൈസാണ്.
പ്ലസ് അതിനൊരു മെഡിക്കേഷൻ പവർ ഉണ്ട്. നമ്മുടെ ഹിസ്റ്ററി ആയിട്ടും ട്രഡീഷനൊക്കെ ആയിട്ടും വളരെയധികം ചേർന്ന് പോകുന്നൊരു സ്പൈസാണ് ഈ ടേമറിക് എന്ന് പറയുന്നത്. ഡേറ്റ്സ് എന്ന് പറയുന്നത് അറബ് വേൾഡിലെ ഒരു ട്രഡീഷനായിട്ടും അവരുടെ മെഡിസിനായിട്ടും അവരുടെ ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഡേറ്റ്സ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ, ഒരു ഇൻഡോ അറബ് കോമ്പിനേഷനാണ് ശരിക്കും കർക്കുമീൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോമ്പിനേഷനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും എല്ലാ ആളുകൾക്കും മാക്സിമം എല്ലാ ആളുകളും ഒരു അങ്ങനത്തെ ഒരു അച്ചീവബിൾ അല്ലാത്തൊരു ടാർഗറ്റ് അല്ല പറയുന്ന ഒരു മിനിമം ഒരുവിധം മാക്സിമം ആളുകളിലേക്ക് അത് എത്തിക്കണം എന്നുള്ളതാണ്. മാക്സിമം കുട്ടികളിലേക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്തിക്കണം. അതായത് നമുക്ക് വിത്തൗട്ട് ഓയിൽ, ആഡഡ് ഓയിൽ ഇല്ലാതെ, അതുപോലെ അഡിക്റ്റീവ്സ് ഇല്ലാതെ, ഫില്ലിങ് ഏജൻറ്റുകളില്ലാതെ, അങ്ങനെയൊക്കെയുള്ളൊരു ഒരുപാട് ഗ്ലൂട്ടൻ ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ്, ഒരു നാച്ചുറലായിട്ടൊരു ഫുഡ് പ്രൊഡക്റ്റ് മാക്സിമം ആളുകളിലേക്ക് എത്തി അവർക്ക് തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ ലക്ഷ്യം. അപ്പോൾ കുർക്കുമിയിൽ നിന്നുള്ള ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവർക്കും കഴിക്കാവുന്ന എനർജി ആൻഡ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മുടെ കുർക്കുമിയിൽ എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ഗീതാസ് ഹോം ടു ഹോം എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഓൾ ഇന്ത്യ ആമസോണിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ളവർക്കായാലും നമ്മൾ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്.